2017 +2 ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ആൻറ്റി മുസ്ലിം റൈറ്റ്സ് ഇൻ ഗുജറാത്ത് എന്ന പദം തന്നെ ആൻറ്റി മുസ്ലിം എന്നത് അപ്പാടെ മാറി വെറും ഗുജറാത്ത് റൈറ്റുകളായി മാറിയത് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളാണ്. 2020 നവംബർ 7 വിവരാവകാശ നിയമപ്രകാരം ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ഒരുപാട് ക്ഷേത്രങ്ങൾ റീകൺസ്ട്രക്ട് ചെയ്യപ്പെട്ടു എന്ന പരാമർശത്തിന് വിവരാവകാശ നിയമപ്രകാരം അങ്ങോട്ട് NCERT തെളിവ് ചോദിക്കേണ്ടി വന്നു. ഇന്ത്യയിലെ അക്കാഡമിക് രംഗത്തുള്ള ആളുകൾക്ക് 10ാം ക്ലാസ്സിലെ പാഠ്യപദ്ധതിയിൽ നിന്ന് ഡെമോക്രസി, ജനാധിപത്യം, ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ, ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും അതുപോലെ തന്നെ ഡെമോക്രസിക്കുള്ള ചലഞ്ചുകൾ ഇതൊക്കെയും മാറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. ഗാന്ധി വധത്തിലെ സംഘപരിവാര ശക്തികളുടെ പങ്കിനെ അത് റിമൂവ് ചെയ്തു. NCERT ഡയറക്ടറായിരുന്ന ദിനേശ് പ്രസാദ് ശക്ലാനി എന്ന് പറയുന്ന ആളോട് ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലുണ്ടായ കലാപങ്ങൾ, സമരങ്ങൾ, പലതരത്തിലുള്ള പൊളിച്ചുമാറ്റലുകൾ, ഇതിനെയൊക്കെ പഠിപ്പിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രതിവചിച്ചത് ഇതൊക്കെയും കുട്ടികളിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നാണ്, കുട്ടികളെ വയലൻ്റ് ആക്കും എന്നാണ്. ഈ ചരിത്രമൊക്കെ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയിൽ ഏകദേശം 4 തവണ ഈ പാഠ്യപദ്ധതിയിൽ, കരിക്കുലത്തിൽ റിവിഷനുകൾ അല്ലെങ്കിൽ ഡിലീഷനുകൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും അവസാനമുണ്ടായ റിവിഷനുകളിൽപ്പെട്ട ഒന്നാണ് +2 പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ബാബരി മസ്ജിദ് എന്ന് പറയുന്നത്. അത് 3 ഡോംഡ് സ്ട്രക്ചർ, 3 താഴികക്കുടങ്ങളുള്ള ഒരു നിർമ്മിതി എന്ന പരാമർശത്തിൽ ഒതുങ്ങി എന്നത്. അതുപോലെ തന്നെ സംഘപരിവാര ശക്തികൾ അയോധ്യയിലേക്ക് നടത്തിയ രഥയാത്ര, കർസേവകരുടെ പങ്ക്, അവിടെയുണ്ടായ വർഗീയമായ സംഘടനകൾ, BJP ഭരിക്കുന്ന നാടുകളിലെ പ്രസിഡന്റ് ഭരണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, BJP തന്നെ പിന്നീട് അയോധ്യയിൽ നടന്ന പ്രശ്നങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുന്ന വാർത്തകൾ, ആ പ്രഖ്യാപനങ്ങൾ അതൊക്കെയും ഡിലീറ്റ് ചെയ്യപ്പെട്ടു എന്നത്. 2 പേജോളം വരുന്ന മുഗൾ ഭരണാധികാരികളുടെ അവർ ഈ രാജ്യത്തിന് നൽകിയ സംഭാവനകളെക്കുറിച്ചുള്ള പട്ടിക അപ്പാടെ ഒഴിവാക്കപ്പെട്ടു എന്നത് 2014 ശേഷം NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ 4ാമത്തെ റിവിഷനാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾ ടാർഗറ്റ് ചെയ്യുക, ന്യൂനപക്ഷങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെങ്കിൽ ഭരണകൂടം പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുന്നത് അത് ന്യൂനപക്ഷ പ്രീണനമാണ്, അത് അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലേക്ക് വരിക. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വിദ്യാഭ്യാസ രംഗത്തെ സ്റ്റഡി മെറ്റീരിയലുകൾ മാത്രമല്ല ഈ മാനിപ്പുലേഷന് വിധേയമാകുന്നത്. നേരെ മറിച്ച് സയൻറ്റിഫിക് സ്റ്റഡികൾ, രാജ്യത്തെ അംഗീകൃതമായ ആധികാരികമായ കേന്ദ്രങ്ങൾ നടത്തുന്ന സയൻറ്റിഫിക് സ്റ്റഡികളെ ആഴത്തിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. 2019 കോവിഡിൻ്റെ സമയത്ത് ഗോമൂത്രവും അതുപോലെ തന്നെ ചാണകത്തെയും കുറിച്ചുള്ള, അതിൽ നിന്നുണ്ടാക്കാൻ കഴിയുന്ന മരുന്നുകൾ, പ്രോഡക്റ്റുകൾ എന്നതിനെക്കുറിച്ചുള്ള സയൻറ്റിഫിക് സ്റ്റഡികൾ വളരെയേറെ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുകയും 60% വർധനവാണ് 2019 ശേഷം ഈ മേഖലയിൽ കൗഡങ് അല്ലെങ്കിൽ കൗ യൂറിൻ സ്റ്റാർട്ടപ്പുകളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഉണ്ടായത് എന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സംഘപരിവാരത്തിൻ്റെ കേഡർമാരായ ആളുകൾ ആയി എന്നതുകൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അംഗീകൃത റിസർച്ച് സ്ഥാപനങ്ങൾ ഇവയുടെയൊക്കെയും തലപ്പത്ത് ആളുകളെ നിയോഗിക്കുക എന്നത് ഇതിൻ്റെ വിദ്യാഭ്യാസത്തെ മേഖലയെ തന്നെ കാവ്യവൽക്കരിക്കുന്നതിൻ്റെ ശ്രമമാണ്.